നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവര് പറയുന്ന അവരെന്താ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ആൾക്കാരെ ആരെങ്കിലും വെച്ച് ഇത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ എനിക്ക് വേണമെങ്കിൽ അവളെ അഞ്ജുവിനെ ഓടിപ്പിക്കാൻ പറ്റും. നിർത്തി. എങ്ങനെയാണ് നമ്മുടെ അതിന്റെ എക്സ്പീരിയൻസ് പറയടി അഞ്ജു? എക്സ്പീരിയൻസ് എന്തുവാ? നമസ്കാരം, കൈപ്പന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോ വണ്ടിയിലാണ്. വണ്ടി ഓടിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയ സഖി അഞ്ജൂസ് കറിയാണ്. അഞ്ജൂസ് കറി അങ്ങനെ വളരെ സക്സസ് ആയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. നമ്മൾ ഓരോ ക്ലാസ്സിനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ വീഡിയോകളിലൂടെ അഞ്ച് പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിച്ച് പിന്നെ അഞ്ജുവിന്റെ പരിശ്രമം കൊണ്ടും ആ ഒരു കടമ്പ അഞ്ജു കടന്നിരിക്കുകയാണ്. വളരെ ജീവിതത്തിലെ വളരെ വലിയൊരു അച്ചീവ്മെന്റ് അഞ്ജു നേടിയത്. ഇവിടത്തെ ലൈസൻസ് എനിക്ക് എടുത്തു കിട്ടി കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര വലുതായിരുന്നു. അഞ്ജു നേരത്തെ ഞങ്ങൾ പഴയ നോട്ടിംഗ്ഹാമായിരുന്നു. നമ്മള് തുനിഞ്ഞിറങ്ങിയപ്പോഴാ ആദ്യം ഒന്ന് തുടങ്ങാന്ന് വെച്ചു, അന്ന് പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങാന്ന് വെച്ചു. 2-3 ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും വീട് മാറി, അത് അവിടെ വെച്ച് സ്റ്റോപ്പായി പോയി. പിന്നെ ഇപ്പൊ തുടങ്ങി 3ാമത്തെ പ്രാവശ്യം. കാരണം ഇപ്രാവശ്യം ഞങ്ങളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, മമ്മി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇപ്രാവശ്യം ലൈസൻസ് എടുക്കണമെന്നുള്ളത്. അത് ദൈവം അനുഗ്രഹിച്ച് ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയി. കൃത്യമായിരുന്നു കേട്ടോ. നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. തേർഡ് എക്സിറ്റ് നമ്മൾ അതുവഴി പോകും. അപ്പം അതുവഴി നമ്മൾ നേരെ ഇപ്പൊ കട വരെ പോവാ. തേർഡ് എക്സിറ്റ് ആടി, സെക്കൻഡ് എക്സിറ്റ് കുഴപ്പമില്ല. ആ എക്സിറ്റ് ആ റൗണ്ട് കട പോവായിരുന്നു. അപ്പൊ അന്നേരം അപ്പൊ ഞങ്ങള് ഷോർട്ട് റൂട്ട് പോവാ. ഇപ്പൊ മോട്ടോർ വേയില് കയറി കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നവരും നമ്മൾ സംസാരിച്ചോണ്ട് പോകുമ്പോ അത് കൺട്രോൾ പോകത്തില്ലേ. ഇപ്പൊ ഇതാകുമ്പോ ചെറിയ റോഡാ, മീൻസ് സ്പീഡ് കുറവുള്ള റൂട്ടുകളാണ്. ഈ റൗണ്ട് അടിച്ച് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. സ്കറിയ വളരെ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഇപ്പൊ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ നമ്മൾ കുറെ ആൾക്കാർ വെച്ചിട്ട് നിങ്ങളുടെ അഞ്ജുവിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അഞ്ജുവിന്റെ എക്സ്പീരിയൻസ് പറയാം. അഞ്ജു ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൊഫഷണൽ ലൈസൻസ് വേണം. ആദ്യം ഒരു പ്രൊഫഷണൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഇവിടെ പഠിക്കാനുള്ള ഇതുള്ളൂ. അപ്പം അതെടുക്കുക. ഇപ്പൊ അടുത്ത എനിക്ക് തോന്നുന്നു 2-3-4 മാസം കഴിഞ്ഞ് നിയമം ലേണേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ. അല്ലല്ല, പ്രൊഫഷണൽ ലൈസൻസ് വേണം. അത് കഴിഞ്ഞിട്ട് ലേണേഴ്സ് എടുക്കണം. പ്രൊഫഷണൽ ലൈസൻസ് അപ്പോ അടുത്ത 3-4 മാസം കഴിഞ്ഞ് ഈ പ്രൊഫഷണൽ ലൈസൻസിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം എടുക്കാൻ നിൽക്കുന്നവർക്ക് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 1 വർഷം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാം. അന്ന് നമ്മൾ എടുത്തില്ല. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ 2-3 പ്രാവശ്യം മാറ്റി വെച്ചത് കൊണ്ട് അന്ന് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് ഒരാളെ വെച്ച് പഠിപ്പിച്ച് എടുക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസ് ആണ്. ഇവിടെ 1 മണിക്കൂർ 5 പഠിക്കാൻ പോയത് 45 പൗണ്ടാണ് 1 മണിക്കൂറിന്. ഇപ്പൊ 2 മണിക്കൂർ വെച്ചിട്ട് പോകുമായിരുന്നു അഞ്ചു. ഇപ്പൊ 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് 2 മണിക്കൂർ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി 2 മണിക്കൂർ വെച്ച് വിടുമായിരുന്നു. അപ്പം എങ്ങനെ പോയാലും ആഴ്ച 2-3 ക്ലാസ് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി അത്യാവശ്യം ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അന്നേരം അപ്പൊ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ്. പിന്നെ ഇത് ചെലവുണ്ട് നല്ല. ഇത് ലൈസൻസ് ലേണേഴ്സിന് പോകാൻ വേണ്ടി. പിന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ലേണേഴ്സ് എടുക്കുക. ലേണേഴ്സിന് എനിക്ക് 50 മാർക്കിൽ 43 മാർക്ക് വേണം ജയിക്കണമെന്നുണ്ടെങ്കിൽ. അത് പാസ്സാവുക. അതിനുശേഷം നമ്മൾ
ഈ ആൾക്കാരെ ആരെങ്കിലും വെച്ച് ഇത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ അഞ്ജുവിനെ ഓടിപ്പിക്കാൻ പറ്റും. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, UK ലൈസൻസിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് സൈഡിൽ ഇരുന്ന് ഓടിപ്പിക്കാൻ പറ്റും. അന്നേരം നമ്മുടെ വണ്ടിക്ക് ലൈസൻസും മീൻസ് ഇൻഷുറൻസും അഞ്ജുവിൻ്റെ പേരിൽ ആഡ് ചെയ്യണം. നമ്മൾ 3 വർഷം കഴിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വേണ്ട നിബന്ധനകൾ. എല്ലും വെച്ച് നമ്മുടെ സെൻട്രൽ ലൈറ്റ് മറ്റേ മിററൊക്കെ വെച്ചിട്ട് നമുക്ക് ഓടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസം. അഞ്ജു ഇതിനകത്തും കുറേയൊക്കെ ഓടിച്ച് അത്യാവശ്യം നല്ല. ഞാൻ അഞ്ജുവിനോട് പറഞ്ഞായിരുന്നു, ഇപ്പം അത്യാവശ്യം ഇത് വലിയ വണ്ടിയാണല്ലോ, അപ്പം ഈ വണ്ടി ഓടിച്ച് പരിചയം ഉണ്ടായിട്ട് നിനക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. കാരണം വലിയ വണ്ടി ഓടിച്ചിട്ട് ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊയ്ക്കളാം. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫീലിംഗ്, കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാഞ്ചസ്റ്ററിലൊക്കെ പോയപ്പോൾ അഞ്ചു തന്നെ ഓടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ 5 ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മിക്ക സമയങ്ങളിൽ 5 തന്നെ ഓടിക്കുന്നത്. നമ്മൾ എല്ലാം വെച്ചിട്ടങ്ങ് പോവുക. ഇനിയിപ്പോൾ 5 P വെക്കാൻ പറ്റും ന്യൂ ഡ്രൈവറിന്. അപ്പോൾ അത്യാവശ്യം പുതിയ ഡ്രൈവർ ആകുമ്പോൾ വണ്ടി കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പം ആൾക്കാർക്ക് എപ്പോഴും ഒരു ഇത് ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇനി P വെക്കാൻ പറ്റും. അഞ്ജുവിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങോട്ട് ക്യാമറ വെക്കാം, നിങ്ങൾ കുറച്ച് നേരം എൻ്റെ മുഖം കണ്ടിട്ട് ആൾക്കാർക്കൊരു ഇത് വേണ്ട. അഞ്ച് ഇവിടെ നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാട്ടോ. ഷോർട്ട് കട്ട് നോക്കി പോന്നു, ഇതിനെക്കാളും അപ്പുറത്തേക്ക് പോയിച്ചാ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയി. അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വഴിയാട്ടോ. ഊട് വഴിയാ, എന്നാലും രസമാണ് പോകാൻ വേണ്ടി. ഞാൻ അതിൻ്റെ ഫാനിൻ്റെ ഇത് കുറച്ചിട്ടേക്കും, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി. അഞ്ചിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അവിടെ നിർത്തിയിട്ട് ചോദിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങള് കടയിൽ പോയി സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വഴിക്ക് തിരക്കായ കാരണം പിന്നെ കൺജസ്റ്റഡ് വഴിയായ കാരണം ഞങ്ങള് പാതി വഴിക്ക് നിർത്തി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് പറയണേ? എക്സ്പീരിയൻസ് എന്തുവാ, 3 പ്രാവശ്യം തുനിഞ്ഞിറങ്ങി, 3ാമത്തെ പ്രാവശ്യം കിട്ടി. 3 പ്രാവശ്യം പഠിക്കാൻ പോകാൻ വേണ്ടി തുടങ്ങി. നമുക്ക് തടസ്സങ്ങൾ വന്നു, അങ്ങനെ മാറി. ഈ പ്രാവശ്യം എന്താണേലും മമ്മി പോകുന്നതിന് മുന്നേ ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു ഒറ്റ ഇതിൽ നിന്ന കാരണം എന്തോ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് കിട്ടി. ഡേറ്റും കിട്ടി. ഡേറ്റ് കിട്ടാനാണെന്ന് പാട്. ഡേറ്റ് കിട്ടാൻ പാടാണ്. ഇപ്പൊ പഴയ പോലെ ആപ്പ് ത്രൂ വഴിയൊന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ ബുക്ക് ചെയ്യണം. ഞങ്ങള് ചെയ്തതെന്ന് പറഞ്ഞാല് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇത് ചെയ്തു. അതിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, പക്ഷെ അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ഡയറക്റ്റ് സൈറ്റ് അത് നമ്മളെ ഗൈഡ് ചെയ്യും നമ്മുടെ ആ സൈറ്റിലോട്ട്. പക്ഷെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ബുക്ക് ആവത്തില്ല. പണ്ട് ആൾക്കാർ അത് ഓട്ടോമാറ്റിക് ബുക്ക് ആവുമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ബുക്ക് ആവുമായിരുന്നു ഇന്ന ഡേറ്റ് വെച്ചിട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കയറുന്നു ടെസ്റ്റ്. ഇപ്പോൾ അല്ലാത്ത ഡയറക്റ്റ് നമ്മൾ സൈറ്റ് വഴിയും കയറി നോക്കാം. ഞങ്ങൾ ചെയ്ത ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചോട്ട് രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു. അപ്പൊ അങ്ങനെ അത് ത്രൂ നമ്മൾ കയറും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അതിനനുസരിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ വേറെ ട്രിക്കാണ് ഇത്. തിങ്കളാഴ്ച സമയങ്ങളിലാണ് ഇവർ കൂടുതലും ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആവുന്നത്. അപ്പൊ തിങ്കളാഴ്ച പരമാവധി നേരത്തെ നമ്മുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുകയാണെന്നുണ്ട്. ഭയങ്കര ആൾക്കാരാണ്. നമ്മൾ ചില സമയങ്ങളിൽ 30,000 ഒക്കെ ക്യൂ ആണ്. അത്രയും ആൾക്കാർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ സൈറ്റിലോട്ട് കയറാൻ പറ്റുന്നത്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുക. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണെന്ന്, ഒരു ഡേറ്റ് എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ സെന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് റിഫ്രഷ് ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിയർ ആയിട്ടുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഞാൻ അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ 2 പ്രാവശ്യം നമുക്ക് മാറ്റാനും പറ്റും. നമുക്ക് ആദ്യം കിട്ടിയത് ഒക്ടോബർ ആണ്, പിന്നെ അത് മാറ്റി ഓഗസ്റ്റ് ആക്കി, പിന്നെ അത് ജൂലൈ ആക്കി. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, എളുപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. അത് കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു
രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ച ഒരു 9 മണി കഴിഞ്ഞിട്ട് ആ സൈറ്റിൽ കയറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക, എല്ലാം ഓക്കെ ആവും. അങ്ങനെ ടെസ്റ്റ് ഡേറ്റ് കിട്ടും. അങ്ങനെ അതൊക്കെയാണ് എക്സ്പീരിയൻസ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. എനിക്കറിയാമല്ലോ, നമ്മളിപ്പോ ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാമല്ലോ അയാൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതും എങ്ങനെ വണ്ടി മാനേജ് ചെയ്യുന്നുള്ളതും. അപ്പൊ ഞാൻ അതിൽ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. കുറച്ച് നാളിലെ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ നമ്മള് ഇൻസ്ട്രക്ടറിന്റെ അടുത്തും പോയത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവള് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഇടപെടാൻ പോയില്ല. കാരണം ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന രീതി വേറെ ഒന്നും, നമ്മൾ പഠിപ്പിക്കുന്ന രീതി വേറെ ഒന്നും ആക്കാത്തത് കൊണ്ട് ആക്കിയില്ല. കാരണം അത് ഫോളോ ചെയ്യാനേ പറയും. ഞാൻ ജസ്റ്റ് സൈഡിൽ ഇരിക്കത്തേ ഉള്ളായിരുന്നു. നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവര് പറയുന്ന അവരെന്താ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ഏറ്റവും നല്ലത് അവര് ഇൻസ്ട്രക്ടർ എന്തോ പറയുന്നു അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മള് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ കുറച്ച് പെട്ടെന്ന് ലേൺ ആയിക്കോളും. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ മൈൻഡിൽ കിടക്കുമ്പോൾ നമുക്ക് ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ ആവും. അപ്പൊ പെട്ടെന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മള് പിന്നെ ഇവിടെ ഒരു മലയാള ചേട്ടന്റെ അടുത്താണ് ലെസണിന് പോയ സൈഡ് ചേട്ടൻ ഡ്രൈവിംഗ് സ്കൂള് ഉണ്ട് ചേട്ടന്. സാജ് ഡ്രൈവിംഗ് മാൻസ്ഫീൽഡില് ഞങ്ങളിവിടെ മാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാൻസ്ഫീൽഡ് ഇതുള്ളത് ഞങ്ങള് ടെസ്റ്റ് ചെയ്തത് ആഷ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിൽ വന്ന് വിളിച്ചിട്ട് പോകും, തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഫൈനലി അങ്ങനെ പാസ്സായി. അങ്ങനെ വലിയൊരു കടന്ന് കിട്ടി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടെൻഷനായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ മാത്രമല്ല ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ രണ്ടുപേരും, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും അത്യാവശ്യം എല്ലാവർക്കും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം നമുക്ക് അത്രയും ലൈഫ് കുറച്ചുകൂടി ഈസി ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് ഇടയ്ക്ക് നമുക്ക് ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓടി വരണം, അത് നമ്മൾ വർക്ക് സൈഡിൽ ഇതാക്കണം. പല കാര്യങ്ങളും നമ്മളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഉറങ്ങി കിടന്ന സമയത്താണെങ്കിൽ, മീൻസ് പകൽ ഉറങ്ങി കിടന്ന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഉറങ്ങി കിടന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വർക്കുകൾ കുറച്ചുകൂടെ ഈസിയാവും, പിള്ളേരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഈസിയാവും. പിന്നെ ഭയങ്കര നമുക്ക് ഈ വന്ന കാലത്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മെയിനായിട്ട് പിള്ളേരെ സ്കൂളിൽ വിടുന്നതാണ് ഭയങ്കര അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ടാകണ്ടേ. പിന്നെ ഡ്രൈവിംഗ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ നോക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് ഇവിടുത്തെ അനുസരിച്ച് കുറച്ചുകൂടെ വില കുറഞ്ഞ് നമ്മുടെ സൗകര്യത്തിനുള്ള വീടൊക്കെ മേടിക്കാൻ പറ്റും. ഇവിടുത്തെ സാഹചര്യം പറയുവാണേ. അപ്പൊ നമുക്ക് ഇച്ചിരി ദൂരെ രണ്ടുപേരും ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ്. അപ്പൊ രണ്ടുപേരും ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദൂരമാണെങ്കിലും, ഇപ്പൊ സ്കൂള് ദൂരമാണെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ സ്ഥലങ്ങൾ ദൂരമാണെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു കാര്യമാണ്. നമുക്ക് ഭയങ്കര ആശ്വാസമായി. ഇനിയിപ്പോ മമ്മി ഇപ്പൊ നാട്ടിൽ പോകും, പിന്നെ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയൊരു വണ്ടിയോടെ നമ്മൾ തട്ടിക്കൂട്ടി എടുക്കണം. ഇതിൽ കൂടെ താഴെ കൂടെ അപ്പുറത്തൂടെ. അപ്പൊ വണ്ടി ഒരെണ്ണം എടുക്കണം. എന്നിട്ട് അപ്പൊ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആവും, ഭയങ്കര ആശ്വാസമാവും. അതാണ് ഫ്രീയുടെ മാത്രമല്ല, ആശ്വാസമാവും. ലൈഫ് കുറച്ചും കൂടെ ഈസി ആവും ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ കാത്തു നിൽക്കുന്നവർ മടിച്ചു നിൽക്കാതെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ എഴുതുക. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ വന്ന സമയങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു, 1 ഇയർ ആവുന്നതിന് മുമ്പ് ഇവിടെ 1 ഇയർ ആവുന്നതിന് മുമ്പ് ലൈസൻസ് എടുക്കണമെന്നാണ്. കാരണം നമുക്ക് 1 ഇയർ ആവുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് 1 വർഷം ആരെയും നമുക്ക് സൈഡിലിരുത്താതെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഒരു ഇൻഷുറൻസ് മാത്രം മതി. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസ്ക്കും പുറത്താണ് പിന്നെ വണ്ടി ഓടിക്കുന്നത്. ഒരാളെ അപ്പുറത്തിരുത്താതെ നമ്മൾ ഓടിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ഒരുപാട് തൂലാമാലമുണ്ട്. ഇവിടെ ഒരാളെ അങ്ങനെ ഡ്രൈവിംഗിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പുലിമാല വണ്ടി പിടിച്ചോണ്ട് പോകും. വേറെ ആള് വേണം അവിടെ പോയി വണ്ടി ഇറക്കാൻ. ഈ വന്ന കാലത്തൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആണേലും അപ്പൊ സന്തോഷമായി. അതാണ് എന്റെ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ ടെസ്റ്റിന് പൊട്ടുമെന്ന് വിചാരിച്ച എനിക്കൊരു അപ്പച്ചനായിരുന്നു. ഞാൻ അഞ്ജുനോട് പറഞ്ഞിട്ട് നീ അവിടെയുള്ള ഏറ്റവും ടഫായിട്ടുള്ള ആളായിരിക്കും നിന്നോട് വരുന്നത്, പക്ഷെ നീ പാസ്സാവുമായിരിക്കും. അങ്ങനെ പല ആൾക്കാരും പറയും. അത് ആൾക്കാർ അങ്ങനെ പലതും പറയുന്നതാണ്. നമ്മള് ആൾക്കാര് അത് ശരിയാ. പക്ഷേ റൂൾസ് നോക്കുന്നവരെ ചിലപ്പോ നമ്മളെ ഒരു ക്രൂരനായിട്ടൊക്കെ ചിത്രീകരിക്കാം. അല്ലല്ല, നമ്മുടെ അടുത്ത് നമ്മളിപ്പോ ഒരാള് നമ്മുടെ കൂടെ ഇരിക്കുമ്പോ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര ഇത് എന്താ പറയാ, ഹാഷായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് താന്നു പോകും. നമ്മൾ ഇത്തിരി ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ മര്യാദ. ഇതിങ്ങനെ ചാടിത്തുള്ളി പറയുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടാം. ഈ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഒപ്പിച്ചത് അറിഞ്ഞത്. ഞാൻ ഓർത്തെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ അങ്ങേരെ എന്നെ ഇങ്ങനെ നോക്കി, എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ ഓടിച്ചതെന്ന്. അതായത് ഞാനിങ്ങനെ നോക്കിയപ്പോ അന്നേരം എന്നോട് പറഞ്ഞു ഓക്കെ പാസ്സായിന്ന്. അയ്യോ, അന്നേരം ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. വെല്ലുണ്ടല്ലോ പപ്പം പാസ്സായിന്ന് കയ്യ് പപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഡ്രൈവിങ് പാസ്സായി കഴിഞ്ഞപ്പോ തൊട്ട് ചൊറേ നീ ഓടിക്കേണ്ട അപ്പുറത്തിരുന്നു. ഇത്ര നാളെ എവിടെ പോയാലും ഓടിക്കും പറഞ്ഞോണ്ടിരുന്ന മനുഷ്യൻ കാലുവാരി ലൈസൻസ് കിട്ടി, ഇനി അപ്പുറത്തിരുന്നോളാം, ഇനി ഞാൻ ഓടിച്ചോളാന്ന്. നമുക്ക് ഇതില്ലാതൊരു സുഖമില്ല. അങ്ങനെ അപ്പുറത്ത് പോയി ഓടിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുവാ അത്ര ബുദ്ധിമുട്ട്? അങ്ങനല്ല, ഒരു നമ്മൾ ആ ഓടിച്ച ഒരു ശീലം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ അങ്ങനെ. നമുക്കൊരു അല്ലെങ്കിൽ വണ്ടി ഇരുന്ന് ഞാൻ അപ്പുറ സൈഡിൽ ഇരുന്ന് എപ്പോഴും പെട്ടെന്ന് ഉറങ്ങുന്ന വ്യക്തിയാണ്. അപ്പൊ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ സുഖമല്ലേ, ഉറക്കം വരത്തില്ല, ഒന്നും വരത്തില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് സുഖസുന്ദരമായിട്ട് അങ്ങ് പോകാം. നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി, നിന്റെ വണ്ടി നിനക്ക് വിട്ടു തരില്ല എന്ന്. അങ്ങനൊന്നുമില്ല. കൈപ്പൻ നിന്റെ കൂടാണ്. അപ്പൊ സൈനിങ് ഓഫ്. ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കേ ഒക്കെ വന്നിരിക്കും. വണ്ടിയിലിരിക്കുമല്ലേ, ഇടയ്ക്കൊക്കെ കൈ വെക്കാന്ന് കുറച്ച് ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു സന്തോഷവും ഷെയർ ചെയ്തതാണ്. അങ്ങനെ സന്തോഷമായി ഇപ്പൊ വീട്ടാണ്.